ഇന്നത്തെ വീഡിയോ ചോറിന്റെ കൂടെ വിളമ്പാൻ പറ്റിയ നല്ല നാടൻ ചെമ്മീൻ വറുത്തരച്ച കറിയാട്ടോ. 2 ഉരുളക്കിഴങ്ങും 2 തക്കാളിയും കുറച്ച് ചെമ്മീനും ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കണ്ടോ, 2 തക്കാളി എടുത്തിട്ടുണ്ട്, 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ചെമ്മീൻ എടുക്കുന്നുണ്ട്. ഇത്ര എടുക്കുന്നില്ല കേട്ടോ, ഇതിന്റെ പകുതി എടുക്കുന്നുള്ളൂ ഞാൻ. ഇനി അതെല്ലാം ഇതുപോലെ പൊട്ടറ്റോസ് നീളത്തിലും തക്കാളി നീളത്തിലും പിന്നെ 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ ഇത്രയും ചെമ്മീനെ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. അതായത് ഒരു 1/4 വേവ് ആകുന്നവരെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 1/4 വേവ് ആകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് ഒന്നും കൂടി വേവിക്കാം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ല ഫൈനായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ഉള്ളി ഒരു 2-3 എണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. ഞാൻ എണ്ണ ഒഴിക്കാതെയാണ് ആദ്യം ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിന്റെ ആ ഒരു തേങ്ങയിലുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ, അത് വലിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് വറുത്തെടുക്കാം കേട്ടോ. ഈ ഒരു കളർ ആവണം. പിന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കരുത്, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. അതിനുശേഷം ഇതിലോട്ട് നല്ല മൊരിഞ്ഞു വന്നതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. മുളക് പൊടി എരിവുള്ളതുകൊണ്ടാണ് അത്രയും മാത്രം ചേർത്തിട്ടുള്ളൂ. അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ പൊടികൾ മിക്സ് ചെയ്തെടുക്കാൻ. പൊടി കരിഞ്ഞു പോകരുത് കേട്ടോ. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അത് ആറാനായിട്ട് വെക്കുക. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒരു തരി പോലും വെള്ളം ചേർക്കാതെ ഇതുപോലെ അരച്ചെടുക്കുക കേട്ടോ. ഇത് പൊടിഞ്ഞ് നല്ലോണം ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് എണ്ണ ചേർക്കാത്തതുകൊണ്ട് അരഞ്ഞു വന്നിട്ടില്ല, പൊടിഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഈ കറിയിലോട്ട് ഇട്ട് കഴിയുമ്പോൾ അത് നല്ലോണം നമ്മൾ പേസ്റ്റ് പോലെ ആയിക്കോളൂ കേട്ടോ. അരഞ്ഞ് പേസ്റ്റ് പോലെ ആയിക്കോളും. കണ്ടോ, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, തേങ്ങ നന്നായിട്ട് തന്നെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല അരപ്പ് പോലെ വന്നോളും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 1.25 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ചാറ് എത്രത്തോളം വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കുക കേട്ടോ. വെള്ളം ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്ന് കുറുക്കിയെടുക്കാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും പച്ചമുളകും ഉള്ളിയും കൂടി താളിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ കേട്ടോ. ടേസ്റ്റ് ആട്ടോ ഈ ഒരു കറി കഴിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.